റംസാൻ ആരംഭിച്ചതോടെ പഴവർഗ്ഗ വിപണി സജീവമായി. ഡിമാൻഡ് കൂടിയതിനാൽ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. നോമ്പുതുറയ്ക്കുള്ള പ്രധാന ഇനമാണ് പഴങ്ങൾ. തണ്ണിമത്തൻ, ആപ്പിൾ, സിട്രസ്, മുന്തിരി, ഷമാം, ഓറഞ്ച്, മാങ്ങ, അനാർ, പപ്പായ, പേരയ്ക്ക എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. കൂടാതെ റംബൂട്ടാൻ, മാംഗോസ്റ്റി, പ്ലം എന്നിവയും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില വർദ്ധിച്ചിട്ടുണ്ട്. സീസൺ കഴിഞ്ഞതോടെ ആപ്പിൾ അമേരിക്ക, ന്യൂസിലാൻഡ്, ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരവ്. അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. ചൈനീസ് ആപ്പിളായ ഫുജി ഇപ്പോൾ ഇറക്കുമതിയില്ല. ഇതുമൂലവും ഇത്തവണ ആപ്പിളിന് 220 മുതൽ മുകളിലേക്കാണ് വില. നാടൻ തണ്ണിമത്തന് 20 രൂപയും കിരണിന് 35 രൂപയുമാണ് നിരക്ക്. മുന്തിരിക്ക് 120 രൂപ മുതലാണ് വില. ഇത്തവണ മേഖലയിൽ കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. റംസാൻ ആയതോടെ കച്ചവടം വർദ്ധിച്ചെങ്കിലും സാധാരണ നോമ്പ് സീസണിൽ ഉണ്ടാകുന്ന കച്ചവടം ഇത്തവണ ഇല്ലെന്നാണ് ചാവക്കാട് മാർക്കറ്റിൽ 4 പതിറ്റാണ്ടിലേറെയായി പഴവിൽപ്പന നടത്തുന്ന മുഹമ്മദ് പറയുന്നത്. നമുക്ക് സിട്രസ് ഒക്കെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്, ചെറിയൊരു വില കൂടുതലുണ്ട് സിട്രല് മാത്രം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 90-100 വിറ്റാണ്. ഇപ്രാവശ്യം ഒരു 120, 130, 140 ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ഐറ്റംസിനനുസരിച്ചിട്ട്. സീസൺ കുഴപ്പമില്ല. ഒരു നോമ്പായിട്ടൊരു കഴിഞ്ഞ സീസണിലെ കച്ചവടം ഇല്ല ഇപ്പോൾ. കാരണം ഒത്തിരി മന്ദഗതി ഉണ്ട് കച്ചവടം. ഒരു 2 ദിവസം നോമ്പിന്റെ തലേ ദിവസത്തെ 2-3 ദിവസം നല്ല തിരക്ക് പിടിച്ച കച്ചവടമായിരുന്നു. അതിനുശേഷം ഇത്തിരി കച്ചവടങ്ങൾ കുറവുണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് മുന്തിരി ഐറ്റംസ് ആണ് ഇത്തിരി വിലയിൽ നിന്നായിരുന്നു. അതിപ്പോൾ കുറഞ്ഞിട്ട് ഒരു 120 റുപ്യയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ താഴേക്ക് വരും മുന്തിരി. ദിവസങ്ങൾ തോറും മുന്തിരികൾ കുറഞ്ഞു വരും. സിട്രസ് മുന്തിരിയൊക്കെ കുറച്ചും കൂടി കുറയാൻ സാധ്യതയുണ്ട്.